1 മുതൽ 11 വരെ തിരുവചനങ്ങൾ. ദൈവ വചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. ജനസാരത്ത് തടാകത്തിന്റെ തീരത്ത് യേശു ആയിരിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ് ഇനിയുള്ള പ്രതിപാദ്യ വിഷയം. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് യേശു കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കുവാൻ അവനോട് കൽപ്പിച്ചു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവൻ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെക്കുറിച്ച് ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സെബെദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ദൈവവചനമാണ് നാം കേട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവവചനം കേൾക്കാനായിട്ട് ദൈവത്തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലൂക്ക 5:1 നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. സുവിശേഷത്തില് അനേകം പ്രതിപാദനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, യേശു കടന്നു ചെന്നിടത്തെല്ലാം ധാരാളം ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു. അതിന്റെ കാരണം യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും. രോഗശാന്തി ആവശ്യമായിരുന്ന അനേകം പേര് ഇതാ കടന്നു വരികയാണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ വചനം ശ്രവിക്കാൻ ഒരുമിച്ചുകൂടി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ പ്രമേയമാണ്, യേശുവിന്റെ പദ്ധതിയാണ്. വചനം ശ്രമിക്കുവാൻ ഒരുമിച്ച് കൂടുന്ന ജനം എങ്ങനെ ഒരുമിച്ച് കൂടിയെന്ന് ചോദിച്ചാൽ, തകർന്നവര്, ദുഃഖിതര്, ബന്ധിതര്, ദാരിദ്ര്യമുള്ളവര്, അവരെല്ലാം അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി യേശുവിന്റെ മക്കളിലേക്ക് ഓടിക്കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനം ശ്രമിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും ഒരുമിച്ചുകൂടി. യേശു അവിടെ ഉണ്ടായിരുന്ന കരയോടടുത്ത് കിടന്നിരുന്ന വള്ളങ്ങളിൽ ഒന്നിൽ കയറിയിരുന്നിട്ട് വള്ളം അല്പം നീക്കുവാൻ ആവശ്യപ്പെട്ടു. ആ വള്ളത്തിൽ കയറിയിരുന്ന ഈശോ അവരെ പഠിപ്പിക്കുന്നു. എന്തായിരിക്കാം ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ? തീർച്ചയായും യേശു പഠിപ്പിക്കാൻ വന്നു, ദൈവം നമ്മുടെ സ്നേഹമുള്ള പിതാവാണ്. സർവശക്തനായ ദൈവം നമ്മുടെ പിതാവാണ്. എങ്ങനെയാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത്? സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം, അനന്തസ്നേഹമായ ദൈവം, ആ ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഇതിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. അപ്പോൾ യേശു ആണ് നമ്മളെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുക. യേശുവിലുള്ള വിശ്വാസം വഴിയാണ്. യേശു പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ചും പിതാവിന്റെ കരുണയെക്കുറിച്ചും പിതാവ് നൽകുന്ന പാപമോചനത്തെക്കുറിച്ചും ജനത്തെ പഠിപ്പിക്കുമ്പോൾ കേവലം പ്രബോധനം നൽകുന്ന ഒരാൾ മാത്രമാകാതെ ജനങ്ങൾ
ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ശിഷ്യന്മാരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നവനും രോഗശാന്തി നൽകുന്നവനും ആയി നാം കാണുന്നു സുവിശേഷത്തിന്റെ എല്ലാ അധ്യായങ്ങളിലും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. മീൻപിടുത്തക്കാരായ ശിഷ്യന്മാര് അന്ന് രാത്രി മുഴുവനും മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. എങ്കിലും കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ്, ആഴത്തിലേക്ക് നീക്കി വല വീശുക, മീൻ പിടിക്കാൻ ശ്രമിക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്ക് പ്രമാണിച്ച് വല വീശുവാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്കറിയാം, ആ യേശുവിന്റെ വചനമനുസരിച്ച് അവർ വല വീശിയപ്പോൾ ധാരാളം മത്സ്യത്തെ കിട്ടി. അങ്ങനെ ഒരു അത്ഭുതങ്ങളുടെ കലവറ തുറന്ന് തന്നിരിക്കുന്ന വചന ശുശ്രൂഷയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ ദൈവവചനം കേൾക്കുവാൻ ഓടിക്കൂടുന്ന ഒരു കാലഘട്ടം. ദൈവവചനത്തിലേക്ക് അവർക്ക് ആകർഷണം കിട്ടുവാൻ കാരണം ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു, ദൈവം ആശ്വാസ വചനങ്ങൾ നൽകുന്നു, ദൈവം ആന്തരിക സൗഖ്യം നൽകുന്നു. അനേകരുടെ മനസ്സിന്റെ ഭാരങ്ങൾ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ മാറിപ്പോകുന്നു. ഒരു സ്വാതന്ത്ര്യം, ഒരു വിമോചനം, ഒരു സൗഖ്യം, ഒരു വിടുതൽ വചനം കേൾക്കുമ്പോൾ ജനത്തിന് ലഭിക്കുന്നു. അവരുടെ ദുഃഖഭാരം മാറിപ്പോകുന്നു, അത്ഭുതങ്ങൾ അരങ്ങേറുന്നു. ഇത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തില് യേശു വചനം പ്രസംഗിക്കുന്നവൻ മാത്രമാകാതെ ഇതാ യേശുവിനെ കേൾക്കുന്ന ജനത്തിനു വേണ്ടിയും യേശുവിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, ലോകത്തിലുള്ള 650 കോടി ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നത് ദൈവം തന്നെയാണ്. ഏറ്റവും വലിയ അത്ഭുതമാണ്. പക്ഷി മൃഗാദികളെ, സസ്യലതാദികളെ എല്ലാം, അവയ്ക്കെല്ലാം പോഷണം നൽകുന്നത്, ജീവൻ നൽകുന്നത് ദൈവമാണ്, യേശുവാണ്. എന്നിരുന്നാലും അനേകം പേര് ദൈവത്തിന്റെ ഈ സ്നേഹത്തില് വിശ്വസിക്കാതെ, ദൈവത്തിന്റെ സ്നേഹം ധ്യാനിക്കാതെ, സ്വന്തം ചെറിയ ബുദ്ധിയില് തെറ്റായിട്ട് ചിന്തിച്ച് അഹങ്കരിച്ച് അന്ധകാരത്തിൽ കഴിയുന്നു. അങ്ങനെയുള്ള ഒരു ലോകത്തില് അത്ഭുതം പ്രവർത്തിക്കുന്നവനായി, കരുണ വർഷിക്കുന്നവനായി കർത്താവ് കടന്നു വരികയാണ്. ഇതാ ശിഷ്യന്മാരുടെ ചെറിയൊരു ഗ്രൂപ്പ്, കുറേയധികം ജനങ്ങൾ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന പശ്ചാത്തലം. ആ സ്ഥലത്ത് ഈശോ വചന പ്രഘോഷകൻ മാത്രമാകാതെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായി കടന്നു വരുന്നു. ഹല്ലേലൂയ. അത്ഭുതം പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. ഈ അത്ഭുതകരമായ മീൻപിടുത്തത്തിന് ശേഷം എന്ത് പ്രതികരണമാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അത്ഭുതകരമായ മീൻപിടുത്തത്തിന് ശേഷം പത്രോസിന് ഒരു പ്രത്യേക ദൈവാനുഭവം ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നു. പത്രോസിന് ആഴത്തിലുള്ള ഒരു പാപബോധം, ഒരു ഹൃദയ എളിമ. യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പത്രോസ് വിളിച്ചു പറയുന്നു, കർത്താവേ, നീ എന്നിൽ അകന്നു പോകണമേ, കർത്താവേ, നീ എന്നിൽ അകന്നു പോകണമേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. യേശുവിന്റെ വചന പ്രഘോഷണവും അതിനുശേഷം നടന്ന വലിയൊരു അത്ഭുതവും കണ്ടപ്പോൾ ഇതാ പത്രോസ് പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ദൈവാത്മാവിന്റെ ഒരു അനുഭവം, പാപബോധം, നന്ദി, സ്തുതി, ആരാധന കൊണ്ട് നിറയുന്നു. ഞാൻ എത്രയോ ചെറിയവനാണ്, ഞാൻ ദൈവത്തെ കുറ്റം വിധിച്ചവനും ദൈവത്തിനെതിരായി സംസാരിച്ചവനും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവനും നിരാശയ്ക്ക് അടിമപ്പെടുന്നവനും ആകുലപ്പെടുന്നവനും ഉത്കണ്ഠപ്പെടുന്നവനുമാണ്. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാവുന്നു. ഞാന് തിന്മ എന്റെ മനസ്സിൽ ചിന്തിക്കുകയും അതിന് സമ്മതം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു, നീ എന്നിൽ അകന്നു പോകണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു, എന്തിനു വേണ്ടി ശിഷ്യന്മാരെ പ്രത്യേകമായിട്ട് വിളിച്ചു, മാറ്റി നിർത്തി പരിശീലിപ്പിക്കുന്നു, അതിന്റെ ലക്ഷ്യം അവരോട് തുറന്നു പറയുകയാണ്. എന്താണ് ആ ലക്ഷ്യം? ഈശോ പറയാണ്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തില് 26-ാം തിരുവചനത്തില് യേശു പറയുന്നു,
മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? അല്ലെങ്കിൽ മനുഷ്യ, നിന്റെ ആത്മാവിന്, നിന്റെ ജീവന്, നിന്റെ നിത്യജീവന് പ്രതിഫലമായി, നിന്റെ ജീവന് പകരമായി നീ എന്ത് കൊടുക്കും? മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മരക്ഷ, നിന്റെ നിത്യരക്ഷ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രക്ഷ, ഒരു മനുഷ്യൻ മരണശേഷം നിത്യജീവൻ അവകാശപ്പെടുത്തുക, നിത്യകാലം ദൈവത്തോടു കൂടിയായിരിക്കുക, എവർലാസ്റ്റിംഗ് ഹാപ്പിനെസ്, ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ, നിത്യസന്തോഷം, ദൈവത്തോടുകൂടെ ആയിരിക്കുക. ഈ പദ്ധതിയെ കുറിച്ച് പഠിപ്പിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. നിത്യജീവൻ കരസ്ഥമാക്കണമെങ്കിൽ പാപം വെറുത്തുപേക്ഷിക്കണം, പാപ സന്തോഷങ്ങളിൽ നിന്ന് ഓടിയകലണം. അതിനാല് യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ ആദ്യമായി പറഞ്ഞു, മാനസാന്തരപ്പെടണം. മർക്കോസിന്റെ സുവിശേഷം 1:15 യേശു പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം, സ്വർഗരാജ്യം അടുത്തെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശു രോഗികളെ സുഖപ്പെടുത്തിയ ശേഷം, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ശേഷം ജനത്തോട് പറഞ്ഞു, എന്താണ് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തികളുടെയും വ്യാഖ്യാനം, സന്ദേശം? അതിനെന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതാ, ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആദവും ഹവ്വായും, ആദ്യ മാതാപിതാക്കന്മാര് പാപം ചെയ്തപ്പോൾ, ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ദൈവത്തോടുള്ള അവരുടെ കൂട്ടായ്മ അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവ സംസർഗം നഷ്ടപ്പെട്ടു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവർ ഓടി ഒളിക്കാൻ ശ്രമിച്ചു. ദൈവം അവരോടൊത്ത് ഉലാത്താൻ ഇറങ്ങുമായിരുന്നു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പറഞ്ഞാല് അരൂപിയായ ദൈവം എങ്ങനെയാണ് ഉലാത്തുക, അല്ലെങ്കിൽ അവരുമായിട്ട് സംസർഗം പുലർത്തുക? ആദം ഹവ്വ ദൈവകൽപ്പന ലംഘനത്തിന് മുമ്പ് അവർക്ക് ദൈവസ്വരം ശ്രമിക്കാമായിരുന്നു, ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കാമായിരുന്നു. അതിനാൽ ദൈവം ഉദ്ദേശിക്കുന്ന, നടത്തുന്ന, പഠിപ്പിക്കുന്ന വഴികളിലൂടെ അവർക്ക് ദൈവത്തോടൊപ്പം വ്യാപരിക്കുവാൻ വിഷമില്ലായിരുന്നു. പാപം ചെയ്തപ്പോൾ, ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ആ ദൈവ ഐക്യം, ആ ദൈവ സംസർഗം അവർക്ക് നഷ്ടപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ദൈവവുമായിട്ട് ഉള്ള ഐക്യം, ആ സംസർഗം അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ ആ പറുദീസായിൽ നിന്ന് അവർ പുറത്തുപോയി. ഏത് പറുദീസായിൽ നിന്ന്? ദൈവ സംസർഗം, ദൈവ ഐക്യം, ദൈവസ്വരം ശ്രമിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആ സംസർഗം, ആ ദൈവമായിട്ടുള്ള കൂട്ടായ്മ അവർക്ക് നഷ്ടപ്പെട്ടു. അതായിരിക്കാം പറുദീസായിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ യേശു ഈ ലോകത്തിലേക്ക് ദൈവപുത്രൻ മനുഷ്യപുത്രനായി അവതരിച്ചപ്പോൾ നിത്യജീവന് പ്രാധാന്യം കൊടുക്കുന്ന, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന, യേശുവിനെ എന്റെ രക്ഷക, എന്റെ കർത്താവേ എന്ന് വിളിക്കുന്ന ആ കൂട്ടായ്മ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ചുകൊണ്ട് മനുഷ്യരെ, വിശ്വാസികളെ പഠിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു, അപകട പാപത്തിന്റെ വഴികളിൽ പോകാതെ നല്ല ഉപദേശം കൊടുത്ത് വഴി നടത്തുന്നു. അപ്പൊ നഷ്ടപ്പെട്ടു പോയ പറുദീസ നമുക്ക് തിരിച്ചു തരാൻ, ദൈവ ഐക്യത്തിൽ വ്യാപരിക്കാൻ, ദൈവസ്വരം ശ്രവിക്കാൻ നമ്മെ പ്രാപ്തരാക്കാൻ ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു. നമ്മുടെ പാപപരിഹാര ബലിയായി തീർന്നു. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാകുന്നു. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ശ്രമിക്കുന്ന ഈ അവസരത്തില് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പിതാവ് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ വിട്ടുപോകുന്നു. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു ലാഘവത്വം ലഭിക്കുന്നു. നമ്മുടെ പാപബന്ധനങ്ങൾ നമ്മളെ വിട്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത സമയമാണ് ഓരോ വചന പ്രഘോഷ
പ്രഘോഷണ ശുശ്രൂഷ, ദൈവത്തിന്റെ അനന്ത സ്നേഹം, യേശുവിലൂടെ നൽകുന്ന സൗജന്യ രക്ഷ, പാപമോചനം, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം, ഈ മർമ്മപ്രധാനമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവരുടെ മേല് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് കൊണ്ട് പാപബോധം, പശ്ചാത്താപം, മാനസാന്തരം, യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന കൃപ, ഇവയെല്ലാം നമ്മുടെ മേൽ നാം ദൈവ കൃപയുടെ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങൾ, നമ്മുടെ മനസ്സിന്റെ വേദനകൾ, ഭാരങ്ങൾ ഇതോടൊപ്പം നമ്മളെ വിട്ടുപോകുന്നു. അനേകം പേർക്ക് ഈ സമയത്ത് കർത്താവ് സൗഖ്യ സ്പർശനം നൽകിക്കൊണ്ടിരിക്കുന്നു. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും. മനസ്സിലെ ദുഃഖ ഭാരങ്ങൾ, ആകുല ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ്, പ്രയോജനമില്ലാത്ത, ദൂഷ്യം ചെയ്യുന്ന, ദുഃഖം വരുത്തുന്ന, ആകുലത ഉണ്ടാക്കുന്ന തിന്മയുടെ ചിന്തകൾ മാറ്റിയിട്ട് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ചിന്തകൾ, അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കർത്താവ് തരുന്നു. അതോടൊപ്പം നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ആത്മാവിന്റെ അന്തരാളത്തില് അടിഞ്ഞുകൂടി കിടക്കുന്ന സ്വാർത്ഥ വാസനകള്, ദുശ്ശീല ബന്ധനങ്ങള്, ദുഷ്ടഴക്കങ്ങള്, അവ നീക്കിക്കളയുവാൻ യേശുവിന്റെ തിരുരക്തത്താൽ പിതാവ് നമ്മളെ കഴിയുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധീകരണം നൽകുന്നു. ഹല്ലേലൂയ. വചനം കേട്ട അപ്പോസ്തലന്മാരോട്, യേശു ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലവീശുക. നമ്മളോടും ദൈവം പറയുന്ന ഒരു സന്ദേശം ഇതാണ്. സ്വാർത്ഥതയെ ചുറ്റിപ്പറ്റിയുള്ള താൽക്കാലികവും നൈമിഷികവുമായ സന്തോഷവും നേട്ടങ്ങളും അതിന്റെ പുറകെ പോകുന്ന ആ സ്വഭാവ ബലഹീനത നീക്കിയിട്ട് നിത്യമായവയെ തേടുക. അനന്തനന്മയായ ദൈവത്തിന്റെ പദ്ധതികൾ ആരായുക, ദൈവത്തിന്റെ ഇഷ്ടം ആരായുക. ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയില് ഈശോ പഠിപ്പിച്ച ആദ്യത്തെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. എല്ലാവരെയും, ഞങ്ങളെ ഓരോരുത്തരെയും ദൈവപിതാവിനെ പോലെ വിശുദ്ധരാക്കണമേ. അശുദ്ധിയെല്ലാം മാറ്റിക്കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് 1 യോഹന്നാൻ 3:8 പറയുന്നുണ്ട്. സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. എന്താണ് സാത്താന്റെ പ്രവൃത്തി? ദൈവം കൊടുത്ത നിയമങ്ങള് ലംഘിക്കാൻ പ്രേരിപ്പിക്കുക, ദൈവകൽപ്പന ലംഘിക്കാൻ പ്രേരിപ്പിക്കുക, ദൈവത്തിനെതിരായി മനുഷ്യ മനസ്സുകളിൽ അസത്യങ്ങള്, നുണകള് തോന്നിച്ചു കൊടുക്കുക. ഇതെല്ലാം ഇങ്ങനെയുള്ള ആ സാത്താന്റെ നുണ കെണികൾ, സാത്താന്റെ ചതിക്കുഴികളിൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവവചനം നമ്മൾ കേൾക്കണം, ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം, ദൈവത്തിന്റെ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം ശ്രവിക്കുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നള്ളി വരുന്നു, സൗഖ്യ സ്പർശനം നൽകുന്നു. ശരീരത്തിന്റെ വേദനകള്, തൊണ്ടയിലെ അസ്വസ്ഥതകള്, കഫക്കെട്ട്, തൊണ്ട നൊമ്പരം, കാലിന്റെ വേദന, മറ്റനേക രോഗങ്ങള് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാറാ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ മീൻപിടുത്തത്തിന് അപ്പോസ്തലന്മാർക്ക്, യേശു ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ഒരുക്കുകയും ചെയ്തു. ദൈവമേ, താൻ പ്രസംഗിച്ച കാര്യങ്ങൾ നിത്യസത്യങ്ങളാണെന്ന് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച കർത്താവായ യേശുവെ, ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവിടുന്ന് പുതിയ പുതിയ അത്ഭുതങ്ങൾ വർഷിക്കണമേ. മാനസാന്തരം ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം, ആന്തരിക സൗഖ്യം വളരെ പ്രധാനപ്പെട്ടത്, മനസ്സമാധാനം, മനസ്സിന് സ്വസ്ഥത, സന്തോഷം, ദൈവസ്നേഹാനുഭവം, ദൈവിക ആശ്വാസത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. യോഹന്നാന്റെ സുവിശേഷം 14:1 യേശുവെ അവിടെ നൽകി ചെയ്തുവല്ലോ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവാൻ, എന്നിലും വിശ്വസിക്കുവാൻ. മത്തായിയുടെ സുവിശേഷം 28:18 അവിടുന്ന് പറഞ്ഞല്ലോ, ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതാ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നാണ് ചെയ്ത കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ വചനം കേൾക്കാൻ ഈ ടെലിവിഷൻ മിനിസ്ട്രിയുടെ മുമ്പിലായിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യോഹന്നാൻ 15:3 അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു.
ആകയാൽ ദൈവമായ കർത്താവെ, വചനം കേൾക്കുന്ന ഞങ്ങളെ എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. അശുദ്ധിയെല്ലാം നീക്കിക്കളയണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരട്ടെ. അതുവഴി ദൈവസ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ദൈവിക ആശ്വാസം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളും ദുഃഖങ്ങളും ഞങ്ങളെ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, രോഗികളെ സുഖപ്പെടുത്തുന്ന, പാപികളെ മനസാന്തരപ്പെടുത്തുന്ന യേശുവിന്റെ സുവിശേഷമാണ് നമ്മൾ കേൾക്കുക. യേശുവിന്റെ വചന പ്രഘോഷണത്തിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക. യേശുവിന് വളരെ വ്യക്തമായ ഒരു പദ്ധതി നമ്മളെ കുറിച്ചുണ്ട്. നമ്മള് പാപത്തിൽ നിന്ന് പിന്മാറി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവവചനം പഠിച്ച് നമ്മളെല്ലാവരും യേശുവും ശിഷ്യന്മാരും ചെയ്തതുപോലെ അനേകായിരങ്ങളെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കണം. പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ പിന്മാറ്റുവാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന പരിത്യാഗ കൃത്യങ്ങളുണ്ട്, പരസ്നേഹ കൃത്യങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അവയുടെ എല്ലാം ലക്ഷ്യം: ഒന്ന്, നമ്മുടെ വിശുദ്ധീകരണം; രണ്ട്, ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക്, യേശുവിന്റെ സാദൃശ്യത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണം. അതോടൊപ്പം നമ്മുടെ ഓരോ സഹനങ്ങളും ഓരോ വേദനകളും യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് അനേകായിരം, അനേക ലക്ഷം, അനേക കോടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വലിയ സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ നമ്മൾ കാഴ്ചവെക്കണം. ഓരോ സഹനത്തിനും, ദൈവകരങ്ങളിൽ സ്വീകരിക്കുന്ന ഓരോ സഹനത്തിനും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന പല സഹനങ്ങൾക്കും ദൈവത്തിന് മുമ്പിൽ ഒരു വിലയുണ്ട്, ഒരു അമൂല്യതയുണ്ട്. അത് നമ്മൾ യേശുവിന്റെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ അനേകരുടെ, ലോകം മുഴുവന്റെ വിശുദ്ധീകരണത്തിന് കാരണമാകും. വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ പത്രേസ്യായും എല്ലാ വിശുദ്ധന്മാരും, തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും തങ്ങളുടെ സഹനങ്ങൾ നഷ്ടപ്പെടുത്താതെ സഹനകാലത്ത് ദൈവത്തെ സ്തുതിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനേകാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തങ്ങളുടെ സഹനം ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടി, ഭാവികളുടെ മനസ്സാന്തരത്തിന് വേണ്ടി, സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെച്ചു. പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ: ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. നമ്മള് പാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും ചൈതന്യത്തോടുകൂടെ ഇനിയുള്ള നമ്മുടെ ശിഷ്ടജീവിതം വിശുദ്ധ ജീവിതമാക്കി മാറ്റാം നമുക്ക്. യേശു ദരിദ്രനായി ജനിച്ചു, ആരാലും അറിയപ്പെടാത്തവനായി 30 കൊല്ലം ജീവിച്ചു. 3 കൊല്ലം പരസ്യ ജീവിതം നന്മ ചെയ്തുകൊണ്ട് നാടുകളിൽ സഞ്ചരിച്ചു. രോഗികളെ സുഖപ്പെടുത്തിയും പിശാചുക്കളാൽ ബന്ധിക്കപ്പെട്ടവരെ സുഖമാക്കിയും വചനം പ്രഘോഷിച്ചും ജീവിച്ചു. അതിന്റെ എല്ലാം പരിസമാപ്തിയായി ലോകം മുഴുവനും വേണ്ടി സകല പാപികളുടെയും പാപത്തിന് പരിഹാരമായി യേശു 3 ആണികളിൽ തൂങ്ങി 2 കള്ളന്മാരുടെ മധ്യത്തിൽ അവമാനിതരായി, നിന്ദിതരായി, പരിത്യക്തനായി മരിച്ചു. യേശുവിന്റെ സഹനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്കും യേശുവും അപ്പസ്തലന്മാരും ചെയ്ത ആ ആത്മീയ ശുശ്രൂഷ തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാല് സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും നാം വളരെ വ്യക്തമായി കാണുന്നൊരു കാര്യമാണ്: യേശുവും അപ്പസ്തോലന്മാരും എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം അത്ഭുതങ്ങളും രോഗശാന്തികളും എല്ലാം വർഷിച്ചുകൊണ്ടിരുന്നു. അതേ കർത്താവ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളുടെ കൂടെയുണ്ട്. അതിനാൽ അവിടുന്ന് നമുക്ക് വേണ്ടി ഇപ്പോൾ ഏറ്റവും അസാധ്യമെന്ന് തോന്നുന്ന വൻകർമ്മ അഭിഷേകം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നമുക്ക് സന്തോഷിക്കാം. ദൈവം ചെയ്യുന്ന വൻ കാര്യത്തെ ഓർത്ത്, ദൈവത്തെ ഓർത്ത് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു കരമുയർത്തി നമുക്ക് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേൾക്കാൻ ഒരുപക്ഷെ സൗകര്യം കിട്ടാത്ത അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോയൽ പ്രവചനം 2:28 അവിടെ നല്ല ചെയ്തു: എന്റെ ആത്മാവിനെ എല്ലാ ജഡത്തിന്മേലും ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും. ദൈവമേ, അങ്ങയുടെ വാഗ്ദാന പ്രകാരം അനേകായിരങ്ങളുടെ മേൽ, അനേക ലക്ഷങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് പാപബോധവും പശ്ചാത്താപവും
മാനസാന്തരവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, ഹല്ലേലൂയ. യേശുവെ നന്ദി, ഹല്ലേലൂയ. ദൈവം വചനം ശ്രമിക്കുന്ന ഏവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹം നൽകട്ടെ. യോഹന്നാൻ സുവിശേഷം 10:10 യേശു അരുളി ചെയ്യുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. ഈ വാഗ്ദാന പ്രകാരം യേശു തന്നെ സമൃദ്ധമായ ജീവൻ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന അനുഭവം, ദൈവസ്നേഹം കൊണ്ട് നിറയുന്ന അനുഭവം, ക്ഷമിക്കുവാനുള്ള കഴിവ് നൽകുക, പരസ്നേഹ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവ് നൽകുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കഴിവ് നൽകുക, വചനം പഠിക്കാനും പഠിപ്പിക്കാനുള്ള കഴിവ് നൽകുക. ഇങ്ങനെയുള്ള സമൃദ്ധമായ കൃപ നൽകി ദൈവം നല്ലവനായ യേശു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവെ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി. പ്രിയപ്പെട്ടവരെ, വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരും കിട്ടുന്ന ശാരീരികവും മാനസികവും ആത്മീയമായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സാക്ഷ്യപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദാനം പരിശുദ്ധാത്മാവ് വന്ന് നമ്മയും യേശുവിന്റെ സാക്ഷികളാക്കി മാറ്റട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കുന്നവരാക്കി ദൈവം നമ്മളെ പരിവർത്തനപ്പെടുത്തട്ടെ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ.